നമസ്കാരം. ഈ വീഡിയോ ഒന്ന് കുറച്ചു നേരം കണ്ടു നോക്കൂ. രസകരമാണ്. ഒന്നെങ്കിൽ ബി.ജെ.പി. അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ളതായിരുന്നു ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം വരുമ്പോൾ എങ്ങനെയാണ് തീരുമാനങ്ങൾ? എന്തെങ്കിലും ഏതായാലും രാഷ്ട്രീയത്തിൽ തുടരുമെന്നും സജീവ രാഷ്ട്രീയത്തിൽ തുടരുമെന്നും മാത്രമല്ല ബി.ജെ.പിയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നും താങ്കൾ ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നു. തീരുമാനം ഇന്ന് പറയാമെന്നാണ് പറഞ്ഞത്. അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ ഞാൻ എല്ലാ ചാനലിലും പറഞ്ഞതാണ്. ഈ വീഡിയോയിൽ കാണുന്ന മനുഷ്യനാണ് മുല്ലശ്ശേരി മധു. അദ്ദേഹം CPM-ന്റെ ഒരു നേതാവായിരുന്നു. അദ്ദേഹം CPM-ന്റെ വിഭാഗീയ പ്രവർത്തകൻ അഥവാ എന്നെ പുറത്താക്കിയിൽ മനം നൊന്ന് പാർട്ടി വിട്ട നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വവൽക്കരിച്ച് കാണാനോ അദ്ദേഹം പോകുന്ന പുതിയ പാർട്ടിയെക്കുറിച്ച് പറയാനോ ഒന്നുമല്ല ഈ വീഡിയോ. ഇദ്ദേഹം പറയുന്നത് രാജ്യ താല്പര്യം പരിഗണിച്ച് പുതിയ പാർട്ടിയിലേക്ക് പോകുന്നതാണ്. കാരണം ഇദ്ദേഹം രാജ്യ താല്പര്യം പരിഗണിച്ച പുതിയ പാർട്ടിയിൽ BJP ആണെന്ന് അതിന് ഉദ്ദേശിക്കുന്നൊന്നും. കാരണം ലഡാക്കിൽ യുദ്ധം ചെയ്യുന്ന സൈനികർ ഇദ്ദേഹത്തിൻ്റെ ധീരധീരമായ പ്രസംഗം കേട്ട് രാജ്യ താല്പര്യങ്ങൾ ഒന്നും കൂടി ഉണർന്നിട്ട് വന്നാലോ എന്നൊക്കെ ആലോചിച്ചായിരിക്കും ഇദ്ദേഹം രാജ്യ താല്പര്യം മുൻനിർത്തി ലഡാക്കിലേക്ക് പോകുന്നത്. ഈ പന്നിക്ക് കൈകാലം വെച്ചടങ്ങിയിരിക്കുന്ന ഈ മനുഷ്യനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിറകിലുള്ള രമ്യഹർമ്മം അത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ തന്നെ ആയിരിക്കും. 90% അദ്ദേഹത്തിൻ്റെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഒരുപക്ഷെ ഈ വാർത്ത ഈ മീഡിയയിലെ കാണിക്കുന്ന വാർത്ത എങ്ങാനും അറിയാതെ വൈറലായി ഇദ്ദേഹം ഈ കോടീശ്വരനായി പോയ വേദനിക്കുന്ന കോടീശ്വരനായി പോയ എങ്ങനെയാണ് എന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉത്തരവുമായിട്ട് വരും ഇത് എൻ്റേതല്ല. എന്തായാലും പാടസ്കഫലി സ്വാദം ചുള്ള ചായക്കൊപ്പം ചുള്ള വാർത്തകൾ. ഈ പന്നിക്ക് കൈയും കാലം വെച്ചിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹം മുല്ലശ്ശേരി മധു എന്ന് പറയുന്ന മനുഷ്യനാണ്. ഇദ്ദേഹം പാർട്ടി വിട്ടു. CPM എന്ന് പറയുന്ന പിളർപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടി വിട്ടു. കാരണം അവിടെ ഇപ്പോൾ വലിയ ഹോപ്പൊന്നുമില്ല, പ്രതീക്ഷയൊന്നുമില്ല. CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ഉണ്ടാക്കാവുന്നതിൻ്റെ മാക്സിമം ഉണ്ടാക്കി. അതിൻ്റെ തെളിവാണ് പിറയിൽ കാണുന്ന ഈ വലിയ കൂറ്റൻ ബംഗ്ലാവ്. ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയുടെ വീടാണ്. ഇദ്ദേഹത്തിന് വീടാണെന്ന് പോലും അറിയില്ല. പക്ഷേ എന്തായാലും കണ്ട സ്ഥിതിക്ക് അത് എല്ലാ ചാനലിലും ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ഈ വീടിന് മുമ്പ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വീടാണെന്ന് അനുമാനിക്കാം. ഈ ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയുടെ വീട് ഇത്ര വലുതാണെങ്കിൽ ഈ ജില്ലാ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും വീടൊക്കെ എന്തായിരിക്കും ഇവരുടെയൊക്കെ ആസ്തി? തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെന്നാണ് പറയുന്നത്. എന്താണ് ഇവരുടെയൊക്കെ വരുമാനം? എന്തായാലും ഈ പക്കാച്ചി തവള പോലെ ഇരിക്കുന്ന ഈ മനുഷ്യൻ ഓർമ്മ വെച്ച കാലം മുതൽ ഒരു ജോലിയും ചെയ്തില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഭാവാഭിനയം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി കാണുമ്പോൾ മനസ്സിലാവുന്നത്. മാത്രവുമല്ല ഇദ്ദേഹം ഇനി ആ ഏരിയയിലുള്ള പാവപ്പെട്ട മനുഷ്യരെടുത്ത് പറയേണ്ടത് നിങ്ങളുടെ ഇദ്ദേഹമൊക്കെ മെമ്പറായിരിക്കുന്ന ഏതെങ്കിലും സഹകരണ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്നുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കാനുള്ള കർശന നടപടി സ്വീകരിക്കുക. കാരണം ഇതൊക്കെ ഈ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ 90% സഖാക്കളും അവരുടെ രമ്യഹർമ്മങ്ങൾ അല്ലെങ്കിൽ വലിയ മക്കളെ പഠിപ്പിക്കാനുള്ള സ്വത്ത് അല്ലെങ്കിൽ വലിയ ഭൂപ്രകൃതിയൊക്കെ സ്വന്തമാക്കിയിടുന്നു. പാവപ്പെട്ടവരെ പൈസയിലാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. എന്തൊരു വലിയ വീടാണ് ഇദ്ദേഹം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ വരുമാനം എന്താണ്? ഈ സർക്കാരുകൾ അല്ലെങ്കിൽ വിജിലൻസ് സംവിധാനങ്ങൾ ഇതൊന്നും അന്വേഷിക്കുന്നില്ല. ഇവർക്കൊക്കെ എവിടുന്നാണ് ഇത്രയും പണം? കേരളത്തിൽ 2 കൂട്ടരാണ് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചിട്ടുള്ളത്. ഒന്നിൽ ഗൾഫിൽ നിന്ന് അനധികൃതമായി സ്വർണം ഇറക്കുമതി ചെയ്ത് അതിലൂടെ കോടികൾ ഉണ്ടാക്കുന്ന ഈ മലബാർ മേഖലയിലെ മുസ്ലിം സഹോദരങ്ങൾ. അവർ മുസ്ലിങ്ങൾ തന്നെയാണ്, 90% മുസ്ലിങ്ങളാണ്. അവരാണ് കള്ളക്കടത്ത്. രാജ്യത്തിൻ്റെ ഉന്നമനമൊന്നും അവർക്ക് യാതൊരു പ്രശ്നമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും കള്ളക്കടത്ത് നടത്തണം, സ്വർണം ഉണ്ടാകണം. അടുത്തിടെ ഇദ്ദേഹത്തിൻ്റെ അവിടെ ഒരു മലബാറിലൊരു വിവാഹം കിട്ടും, 4 ദിവസം കൊണ്ട് വിവാഹം. ഇതിനൊക്കെ ചിലവിടുന്ന കോടികളാണ്. ഈ കോടികൾ എവിടെ നിന്ന് വരുന്നത് ചോദ്യം എന്തായാലും നിലവിലെ കേരള സർക്കാർ ചോദിക്കില്ല, മുൻ സർക്കാർ ചോദിക്കില്ല. പുതിയൊരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷത്തിലേക്ക് വരും. അല്ലെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയക്കാരാണ്. ഈ 2 കൂട്ടരുടെയും വരുമാനം എവിടുന്നാണെന്ന് ആരും ചോദിക്കാതെ 5-6 വണ്ടി ഇദ്ദേഹത്തിൻ്റെ മുറ്റത്ത് കാണുന്ന 3 വണ്ടിയാണ്. ഇന്നലെ ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോൾ 2 ഇന്നോവ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ഇന്നോവ കാണാനില്ല. ഇതിനേക്കുള്ള വരുമാനം എവിടുന്നാണ്? ഇനിയിപ്പോൾ വാർത്തയായി കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയും മകൻ്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ്, അല്ലെങ്കിൽ അമ്മാവിയുടെ കർഷക പെൻഷൻ കൊണ്ട് വച്ച വീടാണ്, അല്ലെങ്കിൽ ഭാര്യയുടെ ചിറ്റപ്പൻ്റെ കുഞ്ഞമ്മയുടെ ഭർത്താവ് ഉണ്ടാക്കിയ വീടാണ് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളെ. പക്ഷേ എന്നാലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ഇവരുടെയൊക്കെ വഴിവിട്ട സ്വത്ത് സമ്പാദനം എങ്ങനെ സംഭവിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കാത്ത ഒരു സർക്കാരല്ലേ നമ്മളെ ഭരിക്കുന്നത്? ഒരു സാധാരണക്കാരൻ ഒരു 600 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ എന്തെല്ലാം കടമ്പയുള്ള മണ്ണിലാണ് ഈ പാർട്ടിയുടെ പിടിയാളുകളായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ ചീക്കപ്പന്നികളായി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ടാക്കുന്ന കോടികൾ സ്വത്തുകൾ ആരും ചോദ്യം ചെയ്യാത്തത്? ആരും ചോദ്യം ചെയ്യാനില്ലേ? ഇതാണ് ജനാധിപത്യ സംരക്ഷണം.
അല്ലെങ്കിൽ ജനത്തിന്മേൽ ആധിപത്യം നടത്തുന്നവരെ സംരക്ഷിക്കുന്ന നിയമം. ഇനി ഒരുപക്ഷെ നാളെ ഇദ്ദേഹം വികാരത്തിന് വേണ്ടിയിട്ട് BJP പോയാലും അവിടെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇവരുടെയൊക്കെ സ്രോതസ്സിൻ്റെ വഴി ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നത് കോടികളാണ്. അത് സുരേന്ദ്രനല്ല, സതീശനല്ല, രമേശ് ചെന്നിത്തലയല്ല, പിണറായി വിജയനല്ല, MV ഗോവിന്ദനല്ല, എല്ലാവർക്കും കിട്ടുന്ന കോടികളാണ്. പിന്നെ ഇതേപോലത്തെ ലോക്കൽ സെക്രട്ടറിമാർ അവർക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 4 ഇരട്ടി വരുമാനമാണ് പുറത്തുനിന്ന് കിട്ടുന്നത്. ഈ കത്തിയകാലം മൂർച്ചയുള്ളതാണ് ഈ പാർട്ടിയുടെ മെമ്പർ എന്നുള്ള അംഗീകാരം. ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഒരു പാവപ്പെട്ട സാധാ കച്ചവടക്കാരിൽ നിന്ന് തുടങ്ങി വലിയ മൾട്ടി മില്ലിൽ നിന്ന് തന്നെ വലിയ കോടികൾ ഈടാക്കുന്നത്. അതിൽ എത്ര രൂപയാണ് ഈ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ചിലവാക്കുന്നതെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ബാക്കി എങ്ങോട്ടാണ് ഒഴുകുന്നത് ഈ കോടികൾ? ഈ ചീർക്കപ്പന്നി പോലെ ഇരിക്കുന്ന ഈ മനുഷ്യനൊക്കെ പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത്? ഇപ്പോൾ സ്ഥാനമാനം കിട്ടാതെ ഒരു നിമിഷത്തിൽ ഇറങ്ങിപ്പോകുന്ന ഇവനെയൊക്കെ ഇനിയിപ്പോൾ അടുത്ത പാർട്ടി മിക്കവാറും സുരേന്ദ്രൻ ഇതിനെയൊക്കെ വലവേശി പിടിച്ചിട്ട് ഇയാളെ 2 കോടി കൊടുത്ത് 5 കോടി കൊടുത്ത് എൻ്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നുവെന്ന് കേന്ദ്രത്തിന് കണക്ക് കൊടുക്കും. ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയമാണ് കേരളത്തിൽ കളിക്കുന്നത്. എന്നാലും നമ്മൾ നാളെ നന്നാവും, മറ്റന്നാൾ നന്നാവും നമ്മുടെ നാട് എന്ന് വിചാരിച്ച് വോട്ട് ചെയ്യാൻ പോകും. ഇവരെ പോലെയുള്ള ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള ഈ മധുവിനെ പോലുള്ള ആൾക്കാർ ഇത്രയും വലിയ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സുരേന്ദ്രനും പിണറായി വിജയനും ഈ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ ഉണ്ടാക്കിയ കോടികൾ എത്രയാണ്? അത് ഒരു പാർട്ടിയുടെ ആൾക്കാരല്ല, എല്ലാ പാർട്ടിയുടെ ആൾക്കാർ കോടീശ്വരന്മാരാണ്, കോടീശ്വരന്മാർ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്താണ് ഇവരുടെയൊക്കെ സാമ്പത്തിക ഭദ്രത. ഇത്രയും ചെറിയൊരു പൊസിഷനിൽ നിന്ന് ഈ മനുഷ്യൻ ഇത്രയും വലിയ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുകളിലിരിക്കുന്നവർ എത്ര കോടി ഉണ്ടാക്കിയിട്ടുണ്ട്? ആരും ചോദിക്കില്ല. ചോദിക്കാനുള്ളത് പാവങ്ങളുടെ മെക്കിട്ട് കയറുക എന്നുള്ളതാണ്. കാരണം പെറ്റിയടിക്കാനും ഒരു പോലീസുകാരും ചോദിക്കില്ല. കാറിന് പുക പരിശോധന ഇല്ലെങ്കിൽ പറ്റിയടിക്കുന്ന പോലീസുകാർ ഇങ്ങനെയുള്ള ചീർക്കപ്പന്നികളുടെ അല്ലെങ്കിൽ ചീർക്കച്ചീമകളുടെ വീട്ടിൽ കയറി എവിടുന്നാണ് നിനക്ക് പണം എന്ന് ചോദിക്കാൻ ഈ വിജിലൻസുകാരോ അല്ലെങ്കിൽ ഭരണ സംവിധാനം എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിക്കില്ല, ഇനി ഒരിക്കലും ശ്രമിക്കില്ല. അതാണ് ജനാധിപത്യം. ജനങ്ങളുടെ മേൽ ആധിപത്യമുള്ള ഒരു സംവിധാനം, ജനാധിപത്യം. എത്ര മനോഹരമായ വാക്കാണ്. എന്തായാലും ഇങ്ങനെയുള്ള ചീർക്കപ്പന്നികളുടെ പ്രകടനം കണ്ട് ഇന്ന് ഈ റിപ്പോർട്ടർ പോലെ ഈ മരമുറി ചാനലിൻ്റെ മോലാളി നയിക്കുന്ന റിപ്പോർട്ടർ ചാനൽ പറഞ്ഞത് വലിയ വാർത്തയെന്നാണ്. ഈ ചീർക്കപ്പന്നി പാർട്ടി വിട്ടു പോകുന്നതാണ് വലിയ വാർത്ത. അവരെ പോലുള്ള ഈ മൂന്നാംകിട ചാനലുകൾക്കെങ്കിൽ ഇപ്പോൾ ഇവരുടെയൊക്കെ ചെറിയ വാർത്ത എന്താണാവും? കുടിവെള്ളമില്ലാത്ത സഞ്ചാരയോഗ്യമായ റോഡുകളില്ലാത്ത പട്ടിണി കിടക്കുന്ന 1600 രൂപ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന ആ മനുഷ്യരുടെ വാർത്തയാണ് ഇവരുടെയൊക്കെ ചെറിയ വാർത്ത. വലിയ വാർത്തയോ ഇതുപോലുള്ള ചീമപ്പോർക്കുകൾ കോടികൾ തിന്ന് തടിച്ചു കൊഴുത്തിരിക്കുന്നവർ പുതിയ ലാവണങ്ങൾ തേടി പോകുന്നതാണ് വലിയ വാർത്ത. എന്തൊരു വിരോധാഭാസം! നമ്മൾ പറയുന്നു നമ്മൾ മലയാളികൾ അതിബുദ്ധിമാന്മാരും ഭയങ്കര മുന്നോട്ടുള്ള കാഴ്ചയുള്ളവരാണ്. ഏറ്റവും മണ്ടന്മാരാണ് മലയാളികൾ. ലോകത്തിൽ ഏതെങ്കിലും ഒരു ജനതയെ പറ്റിക്കാൻ വളരെ എളുപ്പമാണെങ്കിൽ അത് മലയാളികളെയാണ്. അതുകൊണ്ടാണല്ലോ ഈ ഭരണ സംവിധാനം രാഷ്ട്രീയ നേതാക്കളും എത്രയോ കാലം കൊണ്ട് നമ്മളെ പറ്റിച്ച് തിന്ന് ഈ മധുവിനെ പോലുള്ള ശീമപ്പോർക്കുകളായി മാറുന്നത്. അപ്പോൾ വാട്സ്ആപ്പിൽ വീണ്ടും കാണാം. ചൂള്ള ചായ്ക്കും.